ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ബീഫ് കബാലിയത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും ബിരിയാണി, അതുപോലെ എന്താ പറയുക, മന്തി അതൊക്കെ കഴിച്ച് മടുത്തവർക്ക് ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു കിടിലൻ റൈസ് റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് കഴുകി അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കപ്സ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു മാഗി ക്യൂബിൻ്റെ പകുതി കൂടി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ മാഗി ക്യൂബിന് അത്യാവശ്യം ഉപ്പുണ്ടാവും, അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക്, ഒരു 2 തണ്ട് മല്ലിയില, അതുപോലെ ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇറച്ചിയിൽ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇനി മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 2 ഉള്ളി നേർങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായിട്ട് വഴഞ്ഞ് അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 പച്ചമുളക് നെടുക കീറിയിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്ന ശേഷം ഇനി ഇതിലേക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കപ്സ മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മസാലപ്പൊടിയിലൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഇറച്ചി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളത് കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഇറച്ചി മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം അടച്ചു വെക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഞാൻ ഇതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റോളം അടച്ചു വെക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു ക്യാപ്സിക്കം നീളത്തിൽ മുറിച്ചിട്ടിട്ട് കൊടുക്കുക. അതുപോലെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് ആ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് എന്താ പറയുക ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ ഒരു ക്യാപ്സിക്കവും ക്യാരറ്റും ഒന്ന് വേവണം.
നന്നായിട്ട് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അതിൻ്റെ ഒരു കണക്കായ ഒരു വേവെത്തിയാൽ മതി. അപ്പോൾ നമ്മളെ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുടെ നമ്മൾ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗീ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിനൊരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ഗീ ചേർക്കുന്ന വീഡിയോ ഇത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഗ്യാസ് ഫ്ലെയിമെല്ലാം ഓഫാക്കി മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടി ചോറ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു കുക്കറിൽ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പൂ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ 1.25 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഡബിളായിട്ട് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കപ്സ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് നമ്മൾ ഒരു ഉണക്ക നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇതിലേക്ക് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരിക്ക് വരെ നമ്മൾ ഒരു ബാസ്മതി റൈസിലൊക്കെ ഇത് ചെയ്യാം. അപ്പോൾ ഇവിടെ അധികം നമ്മൾ ഈ ഒരു നേരിയ അരി വെച്ചിട്ട് തന്നെയാണ് എല്ലാം ആക്കാറ്. അതുകൊണ്ടാണ് ഈ ഒരു അരി തന്നെ ഈ ഒരു ബീഫ് കബാലിയത്ത് ചെയ്തിട്ടുള്ളത്. ബസ്മതി റൈസിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചോറിലെ ആ വെള്ളമൊക്കെ നല്ലോണം വറ്റി വരുമ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിൽ നിന്ന് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉണക്കുന്നിറങ്ങി ഈ ഒരു ടൈമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട്. ഈ ചോറിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു എന്താ പറയുക, അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ കിടിലൻ ബീഫ് കബാലിയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ദമ്മേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇതുപോലെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു റൈസ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. എന്താ പറയുക, നല്ലൊരു സൂപ്പർ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു സ്പൈസി തോമ കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണം. ഈ ഒരു ചോറിൻ്റെ കൂടെ ഈ ഒരു തൂമും കൂടിയായി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.